നമസ്കാരം. പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തെ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച ഒരു വാർത്തയാണ് ഇന്നുച്ചയ്ക്ക് വന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ രാജിവെച്ചിരിക്കുന്നു. കോൺഗ്രസ്സുകാർ തന്നെ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. VM സുധീരൻ്റെ ഉറ്റ തോഴന്മാർക്ക് പോലും ചങ്ക് തകർന്നുപോയി. ഈ വാർത്ത കേരളത്തിലെ കോൺഗ്രസിനെ മാത്രമാണോ ബാധിക്കുക, അതോ ഇന്ത്യയിലെ കോൺഗ്രസിന് പുതുജീവൻ കാത്തു നിൽക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി ഒരു രാത്രി മാത്രം ബാക്കി നിൽക്കെ എന്താണ് കോൺഗ്രസിനായി കരുതി വച്ചിരിക്കുന്നത്? ഇതാണ് ഇനിയുള്ള 2 മണിക്കൂറുകളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ മാധ്യമ നിരീക്ഷകരും ഉണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് CPM സംസ്ഥാന കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, മുതിർന്ന മാധ്യമ പ്രവർത്തകർ ശ്രീ SR ശക്തിധരൻ, ശ്രീ റോയ് മാത്യു, ഒപ്പം BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ എന്നിവർ. KPCC ജനറൽ സെക്രട്ടറി ശ്രീ ശരത് ചന്ദ്ര പ്രസാദ് അല്പസമയത്തിനകം ഈ ചർച്ചയിലെത്തും. മറ്റതിഥികളും അല്പസമയത്തിനകം ഈ ചർച്ചയിലേക്ക് ചേരും. എന്തായാലും ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇന്നലെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യുന്നതിനിടയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല തമാശകളും ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടു. താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും അറം പറ്റുമോ എന്ന് ചിലരൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നതായും തോന്നി. ഇന്ന് അത്തരത്തിലൊരു വാർത്തയാണ് ഉണ്ടായത്. ശ്രീ VM സുധീരൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആരോഗ്യകരമല്ല ഇത് കോൺഗ്രസിന്, അല്ലേ? സുധീരൻ പറയുന്നതിന് ഞാൻ മുഖവിലക്കെടുക്കുന്നു. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ള സത്യമാണ്. അദ്ദേഹത്തിന് ആദ്യം ഒരു ഹൃദയവേദന ഉണ്ടാകുന്നത് മുതൽ അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി മദ്രാസിലും ബാംഗ്ലൂരിലും കൂടെ പോയ ഒരാളാണ് ഞാൻ. കാരണം KPCC അദ്ദേഹം വൈസ് പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സുധീരനുമായ ആത്മബന്ധമുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തിന് ഇലക്ഷൻ മത്സരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ മത്സരിക്കാതിരുന്നത് തന്നെയാണ്. അദ്ദേഹം വിരമിക്കാൻ തയ്യാറാണ്. പക്ഷേ ശാരീരികാരോഗ്യ പ്രശ്നത്തെക്കാളേറെ അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം മാനസികാരോഗ്യ പ്രശ്നമാണ്. മാനസികമായി അദ്ദേഹം അലട്ടുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഈ മാനസികാരോഗ്യ പ്രശ്നത്തിൻ്റെ ചികിത്സയ്ക്കും അങ്ങ് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് കുറേ ഞാൻ കോൺഗ്രസിലുള്ള കാലത്ത് അറിയാം. അതിന് ശേഷം 16 വർഷമായിട്ട് എനിക്കറിയില്ലല്ലോ. എങ്കിൽ പോലും 1994 വരെ ഞങ്ങളെല്ലാം ഒരു തട്ടകത്തിലാണ്. ആൻ്റണി, ഉമ്മൻചാണ്ടി, സുധീരൻ, ഞാനൊക്കെ ഒരുമിച്ച് കഴിഞ്ഞവരാണ്. ഒരു വീട്ടിലെ ആളുകളെ പോലെ. 94 ഉമ്മൻചാണ്ടിയും സുധീരനും ഞാനും അകലുന്നത്. ഞാൻ കോൺഗ്രസിൽ തന്നെ നിന്നോക്കിപ്പോഴും സുധീരൻ ഉമ്മൻചാണ്ടിയുമായി പരസ്യമാകുന്നു. ഞാൻ പരസ്യമാകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ആന്റണിയോടൊപ്പമായിരുന്നു. പക്ഷെ അന്ന് മുതൽ കാല് തൊടാൻ ഉമ്മൻചാണ്ടി സമ്മതിച്ചിട്ടില്ല. ഗ്രൂപ്പിൽ ആ കാര്യങ്ങളിലേക്ക് വരാം. പക്ഷേ ഏറ്റവും ആദ്യം എല്ലാവരിൽ നിന്നും ഒന്ന് എടുക്കേണ്ട ഒരു കാര്യം, ഇത് ഇപ്പോൾ VM സുധീരൻ്റെ രാജി വാർത്ത സുധീരൻ ഒഴികെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു അത് പ്രഖ്യാപിക്കുന്നത് വരെ. അത് ആരോഗ്യപരമായ കാരണങ്ങളാലാണെങ്കിൽ, അങ്ങ് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പലരുമായും പങ്കുവച്ച് കോൺഗ്രസിന് പരിക്ക് പറ്റാതെ വേണമായിരുന്നു ഈ രാജി പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. അത് നാടകീയമായി പ്രഖ്യാപിച്ചത് തന്നെ ഇനിയും സ്വാഭാവികമായിട്ടും ആന്റണിയോടോ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജി വെക്കേണ്ടതില്ല. കാരണം ആന്റണിക്ക് പുതിയ ആളെ കണ്ടെത്തുക എന്ന് വരെ പുതിയ ആളെ കണ്ടെത്തിയ ശേഷം രാജി വെച്ചാൽ എന്നൊക്കെ പറഞ്ഞേക്കും. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, അങ്ങനെ ആകാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസിന്റെ ഒരു സ്വഭാവം വെച്ച് ആന്റണി ഇനി VM സുധീരനോട് രാജിവെക്കരുത് എന്ന് പറയുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാകാൻ വഴിയുണ്ടോ? അല്ല, അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് പ്രശ്നങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരം. അസുഖം സ്വാഭാവികമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ അസുഖമുണ്ട് എന്നുള്ളത് ശരിയാണ്. അസുഖം ഉള്ളപ്പോൾ തന്നെയാണ് KPCC പ്രസിഡൻ്റായിട്ട് വന്നതും. ഈ കാലം അത്രയും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ശ്രമിച്ചതും ഈ അസുഖമുള്ള സന്ദർഭത്തിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ആരോഗ്യം വീണ്ടെടുത്തിട്ടാണ് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞു. നല്ല ആരോഗ്യത്തിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് രാജിവെക്കുന്നത്. ആ രാജിക്ക് പിന്നിൽ ഗ്രൂപ്പ് പ്രശ്നം തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാളും രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഒരാളെ മറ്റാണെന്ന് തോന്നുന്നുണ്ട് രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും രാജി വെച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം പറഞ്ഞിട്ട് മാത്രമല്ല, എല്ലാവരും ഒരു യാത്രാമംഗളം നേരുന്ന ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത്. അത് അത്ഭുതകരമായ സംഭവമല്ലേ? ശ്രീ റോയ് മാത്യു, അത് ശരിയാണ്. അതായത് VM സുധീരൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നോടൊപ്പം ഇനി
കൂടി വന്ന ഒന്നോ രണ്ടോ പേർ പറഞ്ഞേക്കാം രാജിവെക്കല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയാൻ സാധ്യതയുള്ള ഒന്നോ രണ്ടോ പേർ ഉണ്ടായേക്കാം എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തെ കൊണ്ട് ഈ സന്ദർഭത്തിൽ ആരോഗ്യം നേരെയായിരിക്കെ തന്നെ രാജിവെച്ച് പോകാൻ ഇടയാക്കി. അല്ല, അങ്ങനെ ആരും പറഞ്ഞായിട്ട് കേട്ടില്ലല്ലോ. അദ്ദേഹത്തിന് പോകരുതെന്നൊന്നും അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കരുതെന്നോ ഹൈക്കമാൻഡിനോട് കമ്പി അടിക്കുകയോ പഴയ കോൺഗ്രസ് കൾച്ചർ അനുസരിച്ച് ഉടനെ ടെലിഗ്രാം അടിക്കേണ്ടതാണ്. ആ സൈസ് ടെലിഗ്രാമുകളൊന്നും പോയതായിട്ടും പറഞ്ഞതെന്ന് ആരും കേട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹത്തിന് പോയിട്ട് കണ്ണീരൊഴുക്കാൻ ആരുമില്ല. ഞാൻ തെന്നല ബാലകൃഷ്ണപിള്ള സാറ് KPC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ നേരിൽ കണ്ട ഒരാളാണ്. കാരണം കസേരയിൽ നിന്ന് എടുത്ത് പിടിച്ചു മാറ്റി കെ മുരളീധരനെ വാഴിക്കുന്നത് കണ്ട അന്ന് പോലും അദ്ദേഹത്തിനെ ഇങ്ങനെ ഇറക്കി വിട്ടതിൽ അസ്വസ്ഥതയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ VM സുധീരന്റെ ഈ രാജിയിൽ കോൺഗ്രസിനകത്ത് കരയുകയോ അല്ലെങ്കിൽ മനസ്താപമുള്ളോ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സന്തോഷിക്കുന്നവരായിരിക്കും അല്ലേ ശ്രീ SR ശക്തിധരൻ? കോൺഗ്രസിനകത്ത് VM സുധീരൻ പോയതിൽ സന്തോഷിക്കുന്ന ആളുകളാണോ കൂടുതൽ? ഇത് രണ്ടും നമ്മളിപ്പോൾ ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്ത് നിൽക്കുമ്പോൾ ആ രീതിയിൽ കുത്തി നോവിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആവശ്യമില്ലാത്തൊരു പണിക്കായിരുന്നു VM സുധീരൻ പോയത് എന്നുള്ള അഭിപ്രായം. രാജിവെച്ചതോ? അല്ലല്ല, പ്രസിഡന്റ് ആയത് തന്നെ ആവശ്യമില്ലാത്തൊരു പണിയായിരുന്നു. അയാളെ കൊണ്ട് നടത്താൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അന്നത്തെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കും മറ്റു കാര്യങ്ങളും ഒക്കെ. ഇപ്പോഴും കോൺഗ്രസ്സിൽ അത് തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഗോവിന്ദ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ കാഠിന്യം സഹിക്കവയ്യാതെ അയാളൊരു വയറെ തട്ടി വീണു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യപരമായ കാരണം പറയാനായിട്ട് ആരുടെയെങ്കിലും മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിലുള്ളത്. BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോനും റെഡിയാണ്. ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ A സജീവനും റെഡിയായിട്ടുണ്ട്. ശ്രീ A സജീവനിലേക്കാണ് ഞാൻ ആദ്യം ഒന്ന് പോകുന്നത്. ശ്രീ സജീവൻ, ഈ VM സുധീരൻ അങ്ങനെ KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഏതാണ്ട് 99.9% പേരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം മാറി നിൽക്കാനാണ്. അതുകൊണ്ട് അദ്ദേഹം മാറിയതിൽ വലിയ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന, അത് ചർച്ച ചെയ്യേണ്ടതില്ല, ഇനി അടുത്തത് ആര് എന്ന് അന്വേഷിച്ചാൽ മതി എന്ന തലത്തിലേക്കാണ് ഇവിടെ അഭിപ്രായങ്ങൾ പോകുന്നത്. താങ്കൾ എങ്ങനെ കാണും? ഡോക്ടർ ലാൽ, ഇത് മാറിയതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതല്ല, മാറ്റിയതാണല്ലോ. എനിക്കറിയാവുന്ന, ഞാൻ സത്യമെന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. ദിവസങ്ങൾക്ക് മുമ്പ് 2 നേതാക്കന്മാർ, ഞാൻ പേര് തൽക്കാലം പറയുന്നില്ല, 2 നേതാക്കന്മാർ ഡൽഹിയിൽ പോയി ആന്റണിയെ കണ്ട് സുധീരൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് തന്നെ നടന്ന ഒരു ചടങ്ങിൽ, കാർത്തികേയൻ അനുസ്മരണ ചടങ്ങിൽ വെച്ച് ഒരു നേതാവ് കാർത്തികേയനായിരുന്നു KPCC പ്രസിഡന്റ് എങ്കിൽ തുടർ ഭരണം ഉണ്ടാകുമായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ 2 കാര്യങ്ങളും നടന്നതിന് ശേഷമാണ് സുധീരൻ്റെ രാജി. സുധീരൻ്റെ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതാണ്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചതിൽ ഇവർക്കാർക്കും മനസ്താപമില്ല എന്നല്ല, വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നും ആഗ്രഹമില്ല എന്ന് പറയുന്ന നേതാക്കന്മാർക്കുണ്ട്. ഇതൊക്കെ ഉൾപ്പെടെ അവസാനം വരാൻ പോകുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വരെ ചില പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നടന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് സുധീരനെ കൊണ്ട് രാജിവെപ്പിച്ചത്. അത് കൃത്യമായിട്ടും ചില ആളുകൾ പോയി ഡൽഹിയിൽ പോയി, ചില ആളുകൾ ഇവിടെ വെച്ച് പരസ്യമായി. അപ്പൊ എന്തായാലും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറെ കാലങ്ങളായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ, തിരനാടകങ്ങൾ, അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചതെന്നാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJPക്ക് ഇത് ആശ്വാസമാണോ അതോ ആശങ്കയാണോ ഉണ്ടാക്കുന്നത്? BJPയെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധരും എന്നുള്ള അന്തരീക്ഷമായിരുന്നല്ലോ പണ്ട് കാലത്തുണ്ടായിരുന്നത്. അത് മാറി ഇന്ന് BJPയും BJP വിരുദ്ധരും എന്നുള്ള നിലയിൽ ദേശീയ രാഷ്ട്രീയം തന്നെ പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായുള്ള മാറ്റം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായി, ഇപ്പോൾ ഗോവയിൽ, മണിപ്പൂരിൽ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വരുന്നതിൻ്റെ തുടർച്ചയായി, ഉത്തരാഖണ്ഡ് അടക്കം വരുന്നതിൻ്റെ തുടർച്ചയായി കേരളത്തിലേക്കും ആ ഒരു മാറ്റം കടന്നു വരാനിരിക്കുന്ന വേളയിൽ കോൺഗ്രസ് ഏറ്റവും ദുർബലമായ അന്തരീക്ഷത്തിൽ ഇന്ന് എത്തിയിരിക്കുന്നു. ആ ദൗർബല്യം കോൺഗ്രസിൽ തുടരുന്നതിൻ്റെ സൂചന തന്നെയാണ്. കാരണം ഹൈക്കമാൻഡ് നോമിനിയായിട്ട്, ആന്റണിയുടെ നോമിനിയായിട്ടാണ് സുധീരൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈക്കമാൻഡ് ഇന്ന് ഏറ്റവും ദുർബലമായിരിക്കുന്നു. ദേശീയ തലത്തിൽ ഹൈക്കമാൻഡിന് പ്രസക്തിയില്ലായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം ഉയർത്തുന്ന വെല്ലുവിളിയെ ഒരു തരത്തിലും അതിജീവിച്ച് സുധീറിന് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ BJP പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത്
ഹൈക്കമാൻഡ് വളരെ ദുർബലമായിരിക്കുന്നു എന്നാണ് BJP നേതാവ് പറയുന്നത്. ഈ ഹൈക്കമാൻഡിലെ പരമോന്നത ശക്തി താങ്കളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെയും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് തള്ളിക്കളഞ്ഞിട്ടുമില്ല. എന്നെ വിളിക്കുന്ന ആളുകൾ കോൺഗ്രസിലുള്ള ആളുകളോട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, സംസാരിക്കും. അതുകൊണ്ട് ഈ ഹൈക്കമാൻഡ് അത്ര ദുർബലമാണോ ഇല്ലെന്ന് അങ്ങേക്ക് പറയാൻ പറ്റും. അതുമായിട്ട് ബന്ധമില്ല. അതായത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കുറേ വർഷങ്ങളായി ദുർബലമാണ്. ആ ദുർബലാവസ്ഥ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരാളല്ലല്ലോ അവിടെ. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും നേതൃത്വം വഹിക്കുന്ന ആളുകൾ തന്നെയാണ് പ്രധാനം. ആ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് ഇന്ന് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട UP ഒരു ചൂണ്ടുപലകയാണ്. ഇന്നലെ രാധാകൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയല്ല. ഇവിടെ BJPയുടെ വിജയം ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല പ്രശ്നം. BJP ജയിച്ചാലും ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന് വലിയ ശക്തി ഉണ്ടായിരുന്ന UPയിലും പഞ്ചാബിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ അടിത്തറ തകരുന്നു എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു സ്വാഭാവിക പ്രതിഫലനം അതിലുണ്ടാവാം. അല്ല, അതിനകത്ത് അങ്ങ് വരുന്നത് ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി മാത്രമല്ല ഇപ്പോൾ ശ്രീ VM സുധീരന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നതെന്നാണ് വാർത്തകൾ പറയുന്നത്. സോണിയാഗാന്ധി വരട്ടെ എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ ശക്തമായ ഒരു കേന്ദ്രമായി സോണിയാഗാന്ധി ഇപ്പോഴും അവിടെ ഉണ്ട്. അല്ല, സോണിയാഗാന്ധി തന്നെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഹൈക്കമാൻഡ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആന്റണിയാണ്. ആന്റണിയുടെ പേരിലുള്ളൊരു ഗ്രൂപ്പാണ് A ഗ്രൂപ്പ് എങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രണ്ട് ഗ്രൂപ്പുകൾക്കും സ്വീകാരനായ ഹൈക്കമാൻഡിന്റെ കേരളത്തെ ഹൈക്കമാൻഡ് ഒരു കാലത്ത് കരുണാകരനായിരുന്നു, ഇപ്പോൾ ആന്റണിയാണ്. ശരി, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് കൂടി നമ്മുടെ ചർച്ചയിലേക്ക് ചേരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, AK ആന്റണി ഉൾപ്പെടുന്ന ഹൈക്കമാൻഡ് ദുർബലമായിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തുകയാണ് VM സുധീരന്റെ രാജി. ചെറിയാൻ ഫിലിപ്പിന്റെ വീക്ഷണത്തിൽ പറഞ്ഞതാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ അല്ല വീക്ഷണം. ഇപ്പൊ വീക്ഷണം കോൺഗ്രസിന് പറഞ്ഞത് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ നാളെ എന്താ ഉണ്ടെങ്കിലും തീരുമാനം എടുക്കാവുന്ന ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആന്റണിയാണ് എന്നാ പറഞ്ഞുള്ളൂ. അല്ല, ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. കേരളത്തിലെ കാര്യങ്ങളിൽ ഒരു ഫൈനൽ സേ ഉള്ളത് ശ്രീ AK ആന്റണിക്ക് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ആന്റണിയേക്കാൾ മുകളിൽ ആന്റണിയോട് ചോദിക്കാതെ, ഹൈക്കമാൻഡിനോട് ചോദിക്കാതെ ശ്രീ VM സുധീരൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് പാർട്ടി വിരുദ്ധമായ നടപടിയാണ്. അല്ല, ഒരിക്കലും. അദ്ദേഹം ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളോടും അദ്ദേഹം തുറന്ന് പറഞ്ഞത്, ഞാനിത് എല്ലാവരോടും പറഞ്ഞ് ഒരു ചർച്ചയ്ക്ക് പോയാൽ അത് എൻ്റെ രാജിയെ തടസ്സപ്പെടുത്തും. എൻ്റെ ഈ അസുഖവും എൻ്റെ അസൗകര്യവും പാർട്ടിക്ക് ഈ നിർണായക സമയത്ത് പാർട്ടിക്ക് ദോഷം വരരുത്. എനിക്ക് കുറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ഒരു 3-4 ആഴ്ചയെങ്കിലും പൂർണ്ണ വിശ്രമം, അനങ്ങാൻ കഴിയാത്ത വിശ്രമം. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ വാരിയിൽ എനിക്ക് പെയിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു 4 ആഴ്ച വളരെ ക്രൂഷ്യൽ ടൈം. ശരത്ചന്ദ്ര പ്രസാദ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, കേരളത്തിലെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടെങ്കിൽ ആ കാര്യം പാർട്ടിയിലെ നിങ്ങളെപ്പോലുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾക്കത് ബോധ്യമാവില്ല എന്നാണോ അതാണ് അദ്ദേഹം എടുത്ത നിലപാട്. ഞാനൊന്ന് അദ്ദേഹത്തോടൊപ്പം ഉച്ചവരെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അല്ലല്ല, രാജി വെച്ചെന്ന് അനൗൺസ് ചെയ്ത് ഞങ്ങളുമൊക്കെ വാർത്ത കേട്ടാണ് അങ്ങോട്ട് പോയത്. ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ചാനലിൽ വാർത്ത എഴുതി കാണിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് പറഞ്ഞു അദ്ദേഹത്തോട്? എന്ത് പറയാനോ, രാജിവെക്കല്ലേ, മുഖത്തോടുമ്പോൾ നോക്കുകയല്ല, വേറെ കാര്യമില്ലല്ലോ. വേറെ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി ഈ അസുഖത്തിന് രാജി അല്ലാതെ അല്ലല്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു, അതിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീണ്ട ഒരു 3 മാസക്കാലം സമ്പൂർണ്ണമായ വിശ്രമം എനിക്ക് വേണം. മലപ്പുറം ബൈ ഇലക്ഷൻ അടക്കമുള്ള മുന്നണിക്കും പാർട്ടിയും സുപ്രധാനമായ ചില അവസരങ്ങളുണ്ട്. ഞാൻ ഈ അവസരത്തിൽ വിശ്രമിച്ചിട്ട് മറ്റൊരാൾക്ക് ചാർജ് കൊടുത്തിട്ട് എൻ്റെ അസുഖമാർ തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ബൈ ഇലക്ഷനിൽ നിന്ന് അടക്കമുള്ള ഞാൻ ഒളിച്ചോടി. ഫിലിപ്പ്, അതാണോ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ രീതി? അവിടെ അസുഖം ആർക്കും ഉണ്ടാകും. മുമ്പും അഖിലേന്ത്യാ തലത്തിൽ പോലും നേതാക്കൾക്ക് അസുഖം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അവർ മാധ്യമങ്ങളെ കണ്ട് രാജി വെച്ചിട്ട് പോവുകയാണോ ചെയ്യുന്നത്, അതോ ആരെങ്കിലും ഇൻചാർജായി ഏൽപ്പിക്കുകയാണോ ചെയ്യുക? അല്ല, കോൺഗ്രസ് സംബന്ധിച്ചോളം അസുഖമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ ആ സ്ഥാനം ഇരിക്കുന്ന ആളുടെ മനോഗതി അനുസരിച്ചാണ്. CPM വ്യത്യസ്തമാണ്, പാർട്ടിയാണ് തീരുമാനം. കോൺഗ്രസ് സംബന്ധിച്ചോളം ഇപ്പോൾ AK ആന്റണി പണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. AK ആന്റണിക്ക് എനിക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല. എനിക്കെല്ലാം പറഞ്ഞാൽ എന്നോട് പത്രസമ്മേളനം വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം? ഞാൻ രാജിവെക്കാൻ പോവാണെന്ന് പറഞ്ഞു. അതല്ലാതെ എല്ലാവരും അന്ന് ഈ ചാനലൊന്നുമില്ല. അന്ന് 12:30 പ്രാദേശിക വാർത്തകളിലാണ് ആന്റണിയുടെ രാജി അറിയുന്നത്. ആന്റണിയുടെ രാജി അന്ന് ഹൈക്കമാൻഡ് അറിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോ കരുണാകരനോ അറിഞ്ഞിട്ടില്ല.
ഒരുപക്ഷെ ഇന്ന് VM സുധീരൻ ഈ കാര്യം ആന്റണിയോട് പറഞ്ഞിരുന്നെങ്കിലും അത് ചെറിയാൻ ഫിലിപ്പിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞേനെ അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞത് ചരിത്രക്കാരി അന്ന് AK ആന്റണിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ പല കാര്യങ്ങളിലും പങ്കാളിത്തമുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. അത് യശോശക്തിനൊക്കെ അന്ന് പത്രപ്രവർത്തനായിരുന്ന ആളാണ്. ഞാൻ വിളിച്ചൊരു പത്രസമ്മേളനത്തിൽ ആൾ പറഞ്ഞത്. പക്ഷേ ആന്റണിയോട് ഞാൻ രഹസ്യമായി ചോദിച്ചു, ഇത് മറ്റുള്ളവർ അറിയേണ്ടതല്ലേ, ആ ഒരു പദ്ധതി കണ്ടറിഞ്ഞാൽ മതി. അപ്പോൾ ആന്റണി പറഞ്ഞൊരു വാക്കാണ്, ഇപ്പോൾ ഞാൻ രാജിവെക്കുന്നു എന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി എന്നെ സമ്മർദ്ദം ചെലുത്തി ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് തീരുമാനിക്കട്ടെ. പക്ഷേ ചെറിയാമ്പിളിപ്പോൾ ഈ പറഞ്ഞ ശരിയാണെങ്കിൽ ഇതേ ശൈലിയിലാണ് VM സുധീരൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്നെ സമ്മർദ്ദം ചെലുത്തി എനിക്ക് രാജിവെക്കും. ഞാൻ കാരണം എന്നെ ഇത്രയും കാലം പ്രസിഡൻ്റായിരുന്ന ഈ പാർട്ടിക്ക് നിർണായക സമയത്ത് ഞാൻ അസുഖമായി കിടന്നുകൊണ്ട് പാർട്ടിയുടെ ദൈനംദിനം ഞാൻ നിൽക്കുമ്പോൾ പുള്ളി ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ഇഷ്യൂവിൽ ഇടപെട്ടാൽ വെറുതെ KPC ഓഫീസിൽ ഇരുന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയല്ല, ഞാൻ സ്പോട്ടിൽ പോയി പ്രതികരിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയിൽ എനിക്ക് യാത്ര ചെയ്യാൻ ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ ആരോഗ്യസ്ഥിതി, എൻ്റെ പെയിൻ അത് എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ശ്രീ ഗോവിന്ദൻ മാഷ് ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ? KPCC പ്രസിഡന്റിനെ പോലെ ഒരാൾക്ക് ഈ യാത്ര ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ട്. ഒരുപക്ഷെ മറ്റു പാർട്ടിയിലെ നേതാക്കളൊക്കെ പോയി പലയിടത്തും നിരാഹാരം കിടക്കുന്നു, അതല്ലെങ്കിൽ പലയിടത്തും പോയി പല ഇരകളെ കാണുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന VM സുധീരനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനത്തിരുന്ന് ഇങ്ങനെ പോകാൻ പറ്റില്ല. ഈ ഉത്തരവാദിത്തത്തോടു കൂടി കുറച്ചുകൂടെ സ്വതന്ത്രമായാൽ അദ്ദേഹത്തിന് അങ്ങനെ പാറിപ്പറക്കാം, കുറച്ചുകൂടെ അദ്ദേഹത്തിന് ഇടപെടാം, വിശാലമാക്കാം. അതല്ലേ കുറച്ചുകൂടെ ശരി? കോൺഗ്രസിൻ്റെ കേരളത്തിലെ സമുന്നത നേതാക്കളിൽ ഒരാളാണ് ശ്രീ VM സുധീരൻ. ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം മുഴുവൻ അദ്ദേഹം പ്രധാനമായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടാണ്, പ്രസിഡൻ്റായാലും പ്രസിഡൻ്റ് അല്ലെങ്കിലും MP ആയാലും മന്ത്രിയായാലും അല്ലെങ്കിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴ് അസുഖമുണ്ടായി എന്നുള്ളത് സത്യം. അസുഖത്തെ നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അസുഖമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരാൾ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായിട്ടും രാജിവെച്ചൊഴിയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് ഒഴിയാം. അദ്ദേഹം അങ്ങനെ വിട്ടു പോകുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ AK ആന്റണി ഉൾപ്പെടെ രാജിവെച്ചതുപോലെ അല്ലെങ്കിൽ രാജിവെപ്പിച്ചതുപോലെ പല സന്ദർഭങ്ങളിൽ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരുന്നു എന്നുള്ളത് രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറത്ത് വേറെ എന്തെങ്കിലും കാരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അസുഖത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ മുമ്പും അസുഖം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അസുഖമുണ്ട്. ഇനി 2-3 മാസക്കാലത്തേക്ക് സജീവമായിട്ട് ഒരു പ്രസിഡൻറ്റിൻ്റെ ചുമതല നിർവഹിക്കാനാവാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു പാർട്ടിക്ക് സാധിക്കുകയും ചെയ്യുമല്ലോ. പാർട്ടി എന്ന് പറയുന്നൊരു KPCC പ്രസിഡന്റ് മാത്രമല്ലല്ലോ, KPCC പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന ഒരു സംഘടന കേരളത്തിലുണ്ടല്ലോ. ആ സംഘടനയെ മുഖവിലക്കെടുക്കുകയോ ആ സംഘടനയുമായിട്ട് ചർച്ച നടത്തുകയോ ഒന്നും ചെയ്യാതെ എനിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരാൻ പോവുകയാണ്, ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട്, ആ പരിമിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് കേവലമായിട്ടുള്ള സാങ്കേതികമായ ഒരു വിശദീകരണം മാത്രമാണ്. അതിനപ്പുറത്ത് വളരെ ഗൗരവതരമായ ഇത് CPM അല്ല, ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആയാലും സംഘടനാപരമായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുമല്ലോ. ഏത് VM സുധീരൻ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചെങ്കിൽ നമുക്ക് വിമർശിക്കാം. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്ന ആളുകൾ ആരും കേരളത്തിൽ ഒരു 5 കൊല്ലം 6 കൊല്ലം 8 കൊല്ലമൊക്കെ 10 കൊല്ലമൊക്കെ ഇരുന്ന് പോയിട്ടുള്ളവരുള്ള അദ്ദേഹത്തെ പോലെ വളരെ ഫുൾ ഗ്ലാമറിൽ നിൽക്കുന്ന ഒരു KPCC പ്രസിഡന്റ് അദ്ദേഹം രാജിവെക്കുമ്പോൾ അയ്യോ എന്തിന് രാജിവെച്ചു എന്ന് ചോദിക്കുന്നതിനപ്പുറം രാജിവെച്ചതിന് അനാവശ്യമായ വരികൾ കൂടി നമ്മൾ വിമർശിക്കാൻ ഇത് കേട്ട് ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് ആരെങ്കിലും കരുതുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നിങ്ങൾ ആരും VM സുധീരൻ ഈ അപകടം പറ്റിയതിനു ശേഷം വീട്ടിൽ കിടക്കുന്ന കിടപ്പ് ഞങ്ങളൊക്കെ പോയി കണ്ടതാണ്. കരുണാകരൻ അസുഖമായി ആശുപത്രിയിൽ കിടന്ന് ജനങ്ങളെ കാണുന്നതിനൊക്കെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അല്ലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടങ്ങളിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും രോഗം ഒരു കുറ്റമല്ല, രോഗത്തെ അദ്ദേഹത്തിനുള്ള എല്ലാ ബഹുമാനവും വെച്ച് നമ്മൾ പറയട്ടെ,
അതുപോലും രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെടും പുറത്ത്. ആളുകൾ അതിന് വ്യാഖ്യാനിക്കും. അങ്ങനെയല്ല, ഇത് VM സുധീരൻ കോഴിക്കോട് ശ്രീ ഒരു അപകടം ശ്രീ പറ്റി. ഫിലിപ്പ്, അല്ല ഒരു മിനിറ്റ്, ഈ കെ കരുണാകരൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ടല്ലേ ആർക്കോ വാക്ക് കൊടുത്തത് ശ്രീ കെ മുരളീധരനെ വീണ്ടും അല്ലല്ല, പാർട്ടിയിലേക്ക് ഒരിക്കലും അല്ല, കൊണ്ടുവരും? അങ്ങനെയല്ല. ചെറിയാൻ വരുമ്പോൾ നല്ലോണം അറിയാം, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? അദ്ദേഹം ആശുപത്രി കിടക്കുന്ന അവസാന കാലഘട്ടത്തിൽ കെ മുരളീധരൻ KPC പ്രസിഡന്റ് ആയേക്ക് അതിനൊക്കെ എത്രയോ മുമ്പാണ്. അതിനൊക്കെ എത്രയോ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം അദ്ദേഹം മരിച്ചതിന്, കെ കരുണാകരൻ മരിച്ചതിന് ശേഷമാണ് കെ മുരളീധരൻ വീണ്ടും പാർട്ടിയിലേക്ക് വരുന്നത്. അല്ല, അത് കരുണാകരന് കോൺഗ്രസിലേക്ക് മുരളീധരൻ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ആന്റിയുമായി സംസാരിച്ച് കാണും. അത് രാഷ്ട്രീയ പ്രശ്നമല്ല, നമുക്കറിയില്ല. അത് രാഷ്ട്രീയ പ്രശ്നമല്ല. ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പോയത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളെന്ന് സുധീരൻ പറഞ്ഞത് ഞാൻ മുകളിലേക്കെടുക്കുന്നു. പക്ഷേ ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ നമുക്ക് സുധീരന്റെ ആരോഗ്യം തകർന്നത് ഈ വീഴ്ച കൊണ്ട് മാത്രമല്ല. 3 വർഷമായി അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം തകർന്നു. നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരം തകരും. അതിനെന്താ കാരണം? അത് കാരണം കോൺഗ്രസിലെ പ്രശ്നങ്ങളാണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ദോഷയെതിർക്കായി കാര്യങ്ങൾ കാണരുത്. നിങ്ങൾ VM സുധീരൻ എന്ന മനുഷ്യനെ 2 പ്രാവശ്യം ഹൃദയ ശസ്ത്രക്രിയ ശരിയാണ്, അങ്ങേക്ക് തന്നെ പറയാം. അതായത് അദ്ദേഹത്തിന്റെ ഹൃദയ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റില്ല. ഹൃദയമാണ് ഞാൻ പറയട്ടെ, നിങ്ങൾ മാത്രം എടുത്തു വെച്ചിങ്ങനെ അദ്ദേഹത്തെ 3ാമത്തെ ശസ്ത്രക്രിയ ചെയ്യല്ലേ നിങ്ങൾ? ശരി. അദ്ദേഹം കഴിഞ്ഞു. അദ്ദേഹം ആ ഇടതുവശം നെഞ്ചിടിച്ച് ഭീകരമായി ഇട്ടാണ് അദ്ദേഹം വീണത്. ഇടിച്ച് അദ്ദേഹം അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വാര്യലിൻ്റെ ഭാഗത്തൊക്കെ നീര് കൂടിയിട്ട് അദ്ദേഹത്തിന്, ഞാനൊക്കെ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിനെ വീട്ടിൽ പോയി കാണുമ്പോൾ അദ്ദേഹം വർത്തമാനം പറയുമ്പോൾ പെയിനാണ്. ഇന്നും അദ്ദേഹം ഈ ലാസ്റ്റിൽ നമ്മളെ ഏത് പിള്ളയെന്ന് ചോദിച്ച ആ പിള്ളയുടെ ജന്മദിന പരിപാടിക്ക് നടത്താൻ ലാസ്റ്റ് പ്രോഗ്രാം അദ്ദേഹം പത്രക്കാരോ പറഞ്ഞത്, ഞാൻ മിനിഞ്ഞാന്ന് തന്നെ ഈ തീരുമാനം എടുത്താണ്, പക്ഷേ ഇന്നൊരു പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നു, അതുകൂടി നടത്തിയിട്ട് ഞാൻ രാജി പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി വന്നതാണ്, എനിക്ക് ഇവിടെ അധികം ഇരിക്കാനും കഴിയുന്നില്ല. ഈ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഇത്രയും ദിവസം ചെയ്തത് എന്താണ്? ഈ ഇടത് നെഞ്ച് ഇടിച്ച് ഇങ്ങനെ വീണ ഇദ്ദേഹത്തെ ഇത്രയും കാലം ഈ ഭാരം മുഴുവൻ ഏൽപ്പിച്ച് KPCC പ്രസിഡന്റ് ആക്കി മാറ്റി ഇത്രയും ഉത്തരവാദിത്വം കൊടുത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഇവരല്ലേ? ആരാണ് ഉത്തരവാദി? ഇതിൻ്റെ ഒരു നമ്മൾ കാണാൻ ശരത്ചന്ദ്ര പ്രസാദിന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കാണുമായിരിക്കാം. ഇതിന് ഒരു യാഥാർത്ഥ്യം ഒന്നുണ്ട്. കോൺഗ്രസ്, ഞാൻ ഗോവിന്ദ മാഷ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാൻ പറയാനുണ്ട്, കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അത് അസുഖമൊന്നും വലിയ ഇഷ്യൂ ഒന്നും. സോണിയാഗാന്ധി കഴിഞ്ഞ 2 വർഷമായിട്ട് മാരകമായ അസുഖപ്പെട്ട് ചികിത്സയിലും വിദേശയാത്രയിലും ഒക്കെയാണ്. അസുഖം ഒരാൾ സ്ഥാനത്ത് നിന്ന് പോകുന്നതിന് ഒരു ഘടകമൊന്നുമില്ല. VM സുധീരനെ പോലൊരു നേതാവിന് പാർട്ടിക്ക് വേണേൽ 2 മാസം 3 മാസം ഒക്കെ അവധി കൊടുക്കും. സോണിയാഗാന്ധി ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണ്, നമ്മുടെ ആയിക്കോട്ടെ, ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയ ഹൃദയമായിരിക്കാം. താങ്ങാൻ പറ്റും. അല്ല, അതല്ല. അപ്പൊ ഈ പാർട്ടി ഈ സംസ്ഥാന നേതാവിന് പാർട്ടിക്ക് അവധിയൊക്കെ കൊടുക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പിന് ഇപ്പം KPCC പ്രസിഡന്റ് ഇല്ലെങ്കിലും ചലിപ്പിക്കാനുള്ള സംവിധാനമൊക്കെ KPCCക്ക് ഉണ്ട്. അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്ഥിതി വിഷയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യ സഹജമായ കാര്യമാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഒരു രാജി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. അത് ചെറിയാൻ ബിലിപ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തെ പോച്ച് അടിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടും. ഉമ്മൻചാണ്ടിക്ക് ലാസ്റ്റിൽ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? UP ഇലക്ഷൻ കഴിയട്ടെ, ഞങ്ങൾ റീപ്ലേസ്മെന്റിനെ കുറിച്ച് ആലോചിക്കാം. ആ ലെവലിൽ ചർച്ചകളുണ്ടായിരുന്നു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പക്ഷെങ്കിൽ അപമാനിച്ചിറക്കി വിടുന്നതിനേക്കാൾ മുമ്പ് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തി നല്ലൊരു ചാൻസാണ്. ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ 2 തവണ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാൾ മറിഞ്ഞു വീണു, റിബ്സിന് തകരാറുണ്ട്. അപ്പോൾ അത് അദ്ദേഹം അവസരം വന്നു. രക്തസാക്ഷി പരിവേഷത്തിൽ അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ല, അസുഖം ഇതിന്റെ ഒരു ഘടകമല്ല. അത്തരത്തിലാണെങ്കിൽ സോണിയാഗാന്ധി ആയിരുന്നു ഇതിന് മാതൃക കാണിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പൊ സംബന്ധിച്ചത്. അതായത് അവസരം ഉപയോഗിച്ചു എന്നാണ്. അല്ല, ഇത് ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ കാരണം. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, സുധീരൻ ഇവിടുത്തെ KPCC പ്രസിഡന്റായി വന്നതിനോട് കേരളത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എതിർപ്പാണുള്ളത്. അവർ ഹൈക്കമാൻഡ് അവിടെ രാഹുൽ ഗാന്ധി ചട്ടവാറുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ എല്ലാവരുടെ ഉള്ളിലിരിപ്പ് ഇത് തന്നെയായിരുന്നു. ഇയാളാവുന്നതും വേഗം ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തലയിണ മന്ത്രങ്ങളും ഡൽഹിയിൽ അവസരം കിട്ടുമ്പോൾ പോകുന്ന എല്ലാ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇവർ പറഞ്ഞതുപോലെ UP ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സിറ്റ് പോളിൻ്റെ
ഗതി കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യത്തിൽ മറ്റേ സുധീരനും ഉറപ്പായി, അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് സഹായിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീഡർഷിപ്പിൽ ഗതിയില്ലാത്തൊരവസ്ഥ വരാൻ പോവുകയാണ് എന്നുള്ള കാര്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുന്നൊരു സമീപനം ശ്രീ സജീവൻ, അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതായത് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്ന വാക്ക്, അതാണ് എത്രയും പെട്ടെന്ന് നടപ്പിലാകാൻ പോകുന്നത്. UP ഇലക്ഷൻ റിസൾട്ട് നാളെ വരാൻ പോവുകയാണ്. നാളെ വൈകുന്നേരം തൊട്ട് എപ്പോൾ വേണമെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ നിന്ന് കണ്ണുരുട്ടാം. അത് കാണുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇടപെടേണ്ടി വരും. അതിന് മുൻപേ തന്നെ പറ്റിയ അവസരം നോക്കി ഇപ്പോൾ തനിയെ സ്വമേധയാ ഇതാ രാജിവെച്ചിരിക്കുന്നു. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിപ്പോകുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും. കാരണം സുധീരനെ മാറ്റണമെന്നുള്ള ആവശ്യവുമായിട്ട് ഇവിടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിക്ക് പോയി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഗ്രൂപ്പ് രഹിത കോൺഗ്രസ് എന്ന തൻ്റെ നേരത്തെയുള്ള പരിപാടികളൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അത്രയും ദുർബലമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുധീരനെ മാറ്റേണ്ടി വരും. അങ്ങനൊരവസ്ഥയിൽ അപമാനിതനായിട്ട് ഇറങ്ങിപ്പോകുന്നതിന് നല്ലത് ഇതേപോലെ രാജിവെച്ചിട്ട് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ശരത്ചന്ദ്ര പ്രസാദും മറ്റും പറയുന്ന പോലെ ഇത്രയും വലിയ അസുഖം ഉണ്ടായിട്ട് ആളുകൾ പോയി കാണുന്നതൊക്കെ നമുക്കറിയാം. പണ്ട് MT പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ പല സാഹിത്യകാരന്മാരും, ശത്രുപക്ഷത്തുള്ള കുറേ സാഹിത്യകാരന്മാരും വളരെ കാരുണ്യത്തോട് കൂടിയിട്ട് സഹതാപത്തോടു കൂടി ചെന്നിരുന്നത്. അദ്ദേഹം ജോലിയില്ലാതെ ഇരിക്കുന്നത് കാണാനുള്ള താല്പര്യം കൊണ്ടാണെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരുന്നത്. അതേപോലെ സുധീരനെ കാണാൻ ഇപ്പോൾ പല ആൾക്കാരും പോകുന്നത് അദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ടാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിൽ സുധീരനോട് താല്പര്യമുള്ള എത്ര പേർ ഇതേപോലെയുള്ള ന്യായീകരണങ്ങൾ അദ്ദേഹം നെഞ്ചിടിച്ചിട്ടാണോ വീണത്, അദ്ദേഹത്തിന് അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്ന് പറയുമോ? ഞാനും പല ആളുകളോടും സംസാരിച്ചാണ്. അവർക്കാർക്കും ഇതില്ല. അവരെല്ലാം പറയുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. സുധീരനെ ഈ പുകച്ച് ചാടിക്കുകയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം അതിനൊരു മറുപടി എനിക്ക് ഇടവേളയിലേക്ക് പോകേണ്ടത്. കോൺഗ്രസ്സുകാർ ഞാൻ ഇപ്പൊ VM സുധീരന്റെ വീട്ടിൽ അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോവാം, കാണിക്കാം. അദ്ദേഹത്തിന്റെ കേസ് ഷീറ്റും രോഗഷീറ്റും എല്ലാം കാണില്ല. അദ്ദേഹം പറയുന്നത് നമുക്കിപ്പോ അടുത്തൊരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കില്ല, ഇത്രയും ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കില്ല. അപ്പൊ ഇത് ശത്രുക്കളാണ് കൂടെ പോയി നിന്ന് ഇതൊക്കെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കിൽ വരിയിൽ ഒരംശം വിടാതെയാണ് അദ്ദേഹം പറഞ്ഞ അതേ വാചകങ്ങളാണ് ഞാനിവിടെ റീപ്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞത്. അദ്ദേഹം ഇതിന് പറഞ്ഞ കാരണങ്ങൾ അപ്പോൾ അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകർ ഇതുപോലെ തന്നെ. അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? KPCCക്ക് വിശ്വാസമുണ്ടോ? അദ്ദേഹം പറയുന്ന വാക്ക് വിശ്വസിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം വളരെ വ്യക്തതയോടെ, ഞാൻ അതുകൊണ്ടാണ് എന്നെ സമ്മർദ്ദം ചെലുത്തി രാജി പിൻവലിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം ഇത് ആരോടും പറയാത്തത് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതായത് ഇനി KPCC പ്രസിഡന്റ് VM സുധീരന്റെ രാജി പിൻവലിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടില്ല, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആവശ്യപ്പെടുന്നോ ഇല്ലേ എന്നുള്ളതല്ല. ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ, ന്യായമല്ലേ? നമ്മൾ സ്വകാര്യമായി എന്ന് പറഞ്ഞു എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ലല്ലോ അദ്ദേഹത്തോട്. പക്ഷേ അദ്ദേഹത്തും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതും ഇതിന്റെ കാരണങ്ങളെ കുറിച്ചാണ്. ശരി, എന്തായാലും നമ്മൾ കൂടുതൽ അസുഖത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. ആ അസുഖം എന്തായാലും അതിന്റെ കേസ് ഷീറ്റ് വരെ കാണിച്ചു തരാൻ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് റെഡിയാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇനി നമ്മൾ അതിലേക്ക് തർക്കിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇനി അടുത്തറിയേണ്ട കാര്യം അതാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ പ്രശ്നവും, ആരാണ് അടുത്ത KPCC പ്രസിഡന്റ് എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. KPCC പ്രസിഡന്റ് VM സുധീരൻ രാജിവെച്ചതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് എന്നതിലേക്കാണ് ഈ ചർച്ച പോകുന്നത്. ആരാണ് അടുത്ത KPCC പ്രസിഡന്റ് എന്നാണ് ഇടവേളയ്ക്ക് മുൻപ് ഒരു ചോദ്യം ഉയർത്തിയത്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാനില്ലേ ശ്രീ ചെറിയാൻ ഫിലിപ്പ്? അതായത് ഇപ്പോൾ രാഷ്ട്രീയമാണ് ശ്രീ VM സുധീരൻ രാജിവെക്കാൻ ഇടയായതിന് കാരണമെന്ന് പറയുമ്പോൾ ഈ ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി അവിടെ പോയി നേടിയെടുത്ത ഒരു വാഗ്ദാനമുണ്ട്. അത്തരത്തിലുള്ള ചില ഇക്വേഷൻസ് ഇവിടെ നേരത്തെ തന്നെ കോൺഗ്രസിൽ സംസാര വിഷയമായിട്ടുണ്ട്. ജാതീയമായ ചില സമവാക്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്, അതുകൊണ്ട് KPCC പ്രസിഡന്റ് മാറേണ്ടതുണ്ട് എന്ന ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. അതല്ലേ ഇപ്പോൾ VM സുധീരൻ്റെ ഈ അസുഖം പെട്ടെന്ന് ഇങ്ങനെ ആകാൻ കാരണം? അങ്ങനെ ആവാൻ സാധ്യമില്ല. സുധീരൻ വന്നത് ഹൈക്കമാൻഡിൻ്റെ പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ്റണിയുടെ സപ്പോർട്ടോടെയാണ്. കാർത്തികേയൻ്റെ പേരാണ് കൊടുത്തിരുന്നത്. പക്ഷേ കാർത്തികേയൻ്റെ പേരിൽ താല്പര്യം ഉണ്ടായിരുന്നു ആൻ്റണിക്ക്. അപ്പം തന്നെ കാർത്തികേയൻ്റെ അസുഖത്തെക്കുറിച്ച് ആൻ്റണിക്ക് അറിയാമായിരുന്നു.
അതുകൊണ്ട് സ്പീക്കറായി തുടരുന്നതാണ് നല്ലതെന്ന് കരുതി ആൻ്റണി സപ്പോർട്ട് ചെയ്യുന്നതാണോ അത്. അതിന് ഉമ്മൻചാണ്ടിയും അന്ന് രമേശ് അനുകൂലമായിരുന്നില്ല. അതേസമയം ഉമ്മൻചാണ്ടിയും സുധീരൻ തമ്മിലുള്ള ഇക്വേഷൻസ് ഒക്കെ തെറ്റി. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമുണ്ടായ സാഹചര്യം ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണമായ നിസ്സഹകരണമാണ്. UDF മീറ്റിംഗ് കൂടാൻ പറ്റുന്നില്ല, KPC കൂടാൻ പറ്റുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൽ 2 ഗ്രൂപ്പുകൾ ശക്തി ചെയ്ത് നിൽക്കുമ്പോൾ 2 ഗ്രൂപ്പുകൾ ഇല്ലാത്ത ഗ്രൂപ്പ് രഹിതന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു അധികാര കേന്ദ്രമായി സുധീരൻ ആയപ്പോൾ കുറേ പേര് A ഗ്രൂപ്പിൽ നിന്നും മറ്റൊക്കെ വന്ന് സുധീരനോട് നിൽക്കുന്നുവെങ്കിൽ ഒഴിച്ചാൽ 2 ശക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആന്റണിയുടെയും കരുണാകരൻ്റെയും പിന്തുടർച്ചയാണ്. അതുകൊണ്ട് പുകച്ചു പുറത്ത് ചാടിച്ചതാണ്. അങ്ങനെ പറയുന്നത് ഞാൻ കഴിയുന്നില്ല. സുധീരൻ രാജിവെച്ച് തന്നെയാണ്, അല്ലാതെ പോയിച്ചു പറിച്ചൊന്നും ആകുന്നില്ല. അത് സുധീരൻ അല്ലല്ല, സുധീരൻ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ആന്റണി വിചാരിച്ചു, അല്ല ആന്റണി സുധീരനോടത്ത് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറയുമായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം സുധീരനോടോ ആന്റണിയോട് നേരത്തെ ചർച്ചയൊന്നോടോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സുധീരനുമായിട്ട് ഞാൻ 2 ദിവസമായിട്ട് സുധീരനെ വിളിക്കുന്നു. ഇന്നിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് സുധീരൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. ആ വിശദീകരിച്ച ആരോഗ്യ പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളും പലതും ഈ ഇതുമായി ബന്ധപ്പെട്ടതല്ല. സുധീരൻ പറഞ്ഞത് ശരിയാണോ എന്ന് ഞാൻ പലരോടും ക്രോസ് ചെക്ക് ചെയ്തു. പലരും പറയുന്നത് ശരിയാണോ ഒരു കാര്യം. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഓഫ് റെക്കോർഡ് ആയിട്ടാണോ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. അതായത് ശ്രീ സുധീരനൊക്കെ അരമണിക്കൂർ മുമ്പ് വിളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് അടുത്ത KPCC പ്രസിഡന്റ് ആകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാൾ ശ്രീ ചെറിയാൻ ഫിലിപ്പാണ് എന്ന് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നല്ലേ, ഞാൻ പറഞ്ഞില്ലല്ലോ. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് മാത്രമാണോ അത് പറയുന്നത്? അത് ചെറിയാൻ ഫിലിപ്പിനോടുള്ള നമ്മുടെ ഒരു സ്നേഹവും താല്പര്യവും ഉള്ളതുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് ഇതിനകത്ത് ഇല്ലല്ലോ, എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. അല്ല അത് മതി. ആ കാര്യം പുറത്തു വന്നു. ശ്രീ ഗോവിന്ദ മാഷിന് ചിരി വരുന്നുണ്ട്. അതായത് ഇപ്പൊ ശ്രീ ചെറിയാൻ ഫിലിപ്പ് അവിടെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയും രക്ഷപ്പെടട്ടെ. ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ ഞാൻ കാരണം ചെറിയാൻ ഒരുപാട് അടിയും കിട്ടിയിട്ടുണ്ട്. അകത്തൊരു തർക്കം ഉണ്ടെന്നാണ് ശ്രീ MV ഗോവിന്ദ മാഷ് ചിരിച്ചതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ ഒരാളിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ തർക്കം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ചർച്ചാ വിഷയം ഞാനല്ല, സുധീരനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധീരൻ ഇപ്പോൾ രാജിവെക്കാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് ആരോഗ്യ പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അത് കോൺഗ്രസിലെ പ്രശ്നമാണ്. ആ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 9 മാസക്കാലമായി കോൺഗ്രസിലെ ഉൾപാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിരീക്ഷിക്കുന്നവർക്കറിയാം ആ പ്രശ്നങ്ങൾ എന്താണ്. അത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഇതുവരെ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല. മാത്രമല്ല, നാളെ പുറത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വന്നപ്പോൾ ഹൈക്കമാൻഡ് ലോ കമാൻഡായി. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആൾക്ക് ചാട്ടവാർ ചോദിച്ച് കൊണ്ടൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ട് സുധീരനെ മാറ്റണമെന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്താലും അതിനൊന്നും കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഹൈക്കമാൻഡ് പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ പറഞ്ഞതുപോലെ സ്വരം നായപ്പോൾ തന്നെ പാട്ട് നിർത്തി ഒഴിഞ്ഞു എന്നുള്ളത് സുധീരൻ കാണിച്ചൊരു മര്യാദയും മാന്യതയുമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേസമയം ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ആരാണ് KPCC പ്രസിഡന്റായി ശ്രീ ചെറിയാൻ ഫിലിപ്പ് കാണുന്നത്? ഒരിക്കലും പറയാൻ പറ്റില്ല. കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല, പൊതുസമ്മതരായ ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഗ്രൂപ്പ് ഇക്വേഷൻ വെച്ച് ചെറിയാൻ ഫിലിപ്പിന് താല്പര്യമില്ലാത്ത ആരുടെ പേരാണ് അങ്ങയുടെ മനസ്സിൽ വരുന്നത്? അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ് സംബന്ധിച്ചോളം പണ്ടൊക്കെ ആണെങ്കിൽ KPCC പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നേരത്തെ ഏറെ അറിയാമായിരുന്നു. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് അത് മാറി മറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ സാധാരണയിൽ കോൺഗ്രസിൽ ഒരു സമുദായ സമവാക്യമുണ്ട്. സുധീരൻ തന്നെ വന്നത് പറഞ്ഞാൽ ഒരു ഈഴവ പ്രാതിനിധ്യത്തിൻ്റെ പേരിലാണ്. പണ്ട് ആർ ശങ്കർ വന്നിരുന്നു, പിന്നെ വയലാർ വന്നിരുന്നു. അങ്ങനെ വന്നെങ്കിൽ പോലും ഒരു ഹിന്ദു നേതൃത്വം കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യൻ വരും. കാരണം ക്രിസ്ത്യാനിയാണ് പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക്, രണ്ടാമത്തെ നായരാണ്. അത് മാറി മാറി വരും. ആദ്യം ആർ ശങ്കറും പി ടി ചാക്കോയായിരുന്നു, പിന്നീട് ഗോവിന്ദൻ നമ്മൾ പി ടി ചാക്കോ തുടർന്നു, പിന്നീട് KC എബ്രഹാമും കരുണാകരനും. അതായത് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിക്കാണ് ഒഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യാനിക്ക് വരാനാണ് സാധ്യത. അത് പറയാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനികൾ എണ്ണം പറയുകയാണെങ്കിൽ PC ചാക്കോയുണ്ട്, KV തോമസ് ഉണ്ട്, KC ജോസഫ് ഉണ്ട്, ബെന്നി ബഗനാനുണ്ട്, ജോസഫ് വാഴക്കനുണ്ട്, PT തോമസ് ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. ഇനി ഡീൻ കുര്യാക്കോസിന്റെ പേര് കൂടെ പറയാനുള്ളത് ഞാൻ പറഞ്ഞതാണ്. അല്ല, ഇതിൽ ആരാണ് സ്വീകാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഇത് രാഹുൽ ഗാന്ധി അല്ല തീരുമാനിക്കുന്നത്. എന്നാലും ഒന്നുകിൽ ആന്റണി തീരുമാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ നറുക്കിടേണ്ടി വരും. ഞാൻ പെട്ടെന്ന് ശ്രീ രാധാകൃഷ്ണ മേനോൻ BJP നേതാവിലേക്ക് അത് പോവുകയാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അങ്ങനെ ഒരു അല്പസമയത്തേക്ക് ഞാൻ ഒരു നിരീക്ഷകനാക്കുകയാണ്. ഇവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറയാതെ പോയൊരു പേരുണ്ട്. എല്ലാ കോൺഗ്രസിലെ ക്രിസ്ത്യൻ നാമധാരികളുടെയും പേര് അദ്ദേഹം പറയാൻ ശ്രമിച്ചു. ആ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞത്, അല്ലാതെ ആ ഇക്വേഷനിൽ പേര് പറയാത്ത ഒരാളുണ്ട് ഇപ്പോഴും. അദ്ദേഹം ആണോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അടുത്ത KPCC പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ളത്? അല്ല, ഇപ്പം KPCC പ്രസിഡന്റ് ആരാവുമെന്ന ചർച്ച കോൺഗ്രസിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ളതായിരിക്കാം. കാരണം അവർ ആരാകണം അല്ലെങ്കിൽ എന്താവണം എന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കോൺഗ്രസ് ഗ്രൂപ്പിൽ
ഇപ്പോൾ രമേശിനും ഉമ്മൻചാണ്ടിക്കും പൊതുവായി എതിർക്കുന്ന ഒരു സമീപനമായിരുന്നല്ലോ സുധീരനോടും അതേസമയം ആന്റണിയോടും തന്നെ. അപ്പോൾ ഈ ആന്റണി ടോപ്പിൽ നിന്നുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന നിലയിൽ സുധീരനെ വെച്ചതിനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു ഉൾക്കൊള്ളാത്ത സമീപനം സ്വീകരിച്ചതിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ സംഭവിച്ചത്. മാത്രമല്ല, ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തന്നെ അംഗീകരിക്കാത്ത സിറ്റുവേഷനും ഒരു പരിധിവരെ ഡെവലപ്പ് ചെയ്തിരിക്കും. കേരള കോൺഗ്രസ് വിട്ടുപോയിരിക്കുന്നു. മുസ്ലിം ലീഗ് ഏത് സമയവും ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കുന്നു. മുസ്ലിം ലീഗിന്റെ പ്രാമുഖ്യമുള്ള ചോദ്യങ്ങൾക്കെല്ലാം കുറച്ച് സംസ്കൃതം കലർത്തിയാണ് പറയുക. നമുക്ക് പെട്ടെന്ന് ആളുടെ പേര് പിടികിട്ടില്ല, ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. ഞാനത് അങ്ങനെയൊക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശ്രീ റോയ് മാത്യു, ഇതിനകത്ത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറയാതെ പോയ പേര് ശ്രീ ഉമ്മൻചാണ്ടിയുടേതാണ്. ശ്രീ ഉമ്മൻചാണ്ടി പേര് പറയാത്തത്, ഉമ്മൻചാണ്ടി അതിനേക്കാൾ ഉയരത്തിലാണ്. 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 70-75 വയസ്സുള്ള വളരെ സീനിയർ ആയ ആളാണ്. ഇപ്പൊ കരുണാകരൻ KPCC പ്രസിഡന്റ് ആയ പണ്ടകാലം നാളെ ചോദിച്ചു. ഇതൊന്നും ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ പ്രതികരിക്കുന്ന സമയത്ത് പറയാറില്ലല്ലോ ഉമ്മൻചാണ്ടി ഇത്ര ഉയരത്തിലാണെന്നൊന്നും. അതായത് ഈ പറയുന്ന മുരളീധരനും മറ്റേ രമേശ് ചെന്നിത്തലയും സുധീരനും ഇവരൊക്കെ എത്രയോ ജൂനിയേഴ്സ് ആളാണ്, ഇവരൊക്കെ ശിഷ്യന്മാരായിരുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു പൊസിഷനിൽ ഉമ്മൻചാണ്ടി വീണ്ടും വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നാളെയാണ്. KPCC പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞ ഒരു ജൂനിയർ പൊസിഷനാണോ? കോൺഗ്രസ് അങ്ങനെ അതിന്റെ അല്ല. ഉമ്മൻചാണ്ടി ആ തലങ്ങളിലേക്ക് വളരെ ഉയർന്നു നിൽക്കുന്ന ആളാണ്, മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളാണ്. ആ ആള് വരുന്നതിൽ ഒരു അദ്ദേഹത്തിന് തന്നെ മാനസികമായിട്ട്. ശ്രീ റോയ് മാത്യു, താങ്കൾ എങ്ങനെ കാണുന്നു? അടുത്ത KPCC പ്രസിഡന്റ് എന്നുള്ള പേരിലേക്ക് എന്ത് ചർച്ച വരാനാണ് സാധ്യത? ഈ പറഞ്ഞ ഒരു സമുദായത്തിന്റെ സമവാക്യം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അതാണ്. ക്രിസ്ത്യൻ നാമധേയം വരുമ്പോൾ അത്ര സീനിയർ അല്ലാത്ത, മുഖ്യമന്ത്രി അല്ലാത്ത ഒരാളിനെയാണ് ഇപ്പോൾ അന്വേഷിക്കുക, മുഖ്യമന്ത്രി ആയിട്ടില്ലാത്ത ഒരാളിനെ. അങ്ങനെയാണെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയാനെ. പക്ഷേ ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ഇല്ല, ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ ആ യോഗ്യതയില്ല, പിന്നെ ആരാകും? ക്രിസ്ത്യനാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഈ ആ സാഹചര്യങ്ങൾ വളരെ ഇപ്പോൾ അതിന് വീണ്ടും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഒരു പരീക്ഷണത്തിന് മുതിരുമെന്ന് ഞാൻ കരുതില്ല. കാരണം ആ പരീക്ഷണ ഘട്ടങ്ങൾ കഴിഞ്ഞ തവണ അവർക്കെതിരായിട്ട് വന്നതും ഒക്കെ ഈ പേരുകളുടെ പേരിലുള്ള തർക്കങ്ങളൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ പേര് ഇനി KPCCയിലേക്ക് വരുന്നതിനെ എത്ര കണ്ട് ഉപയോഗപ്പെടും ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ ഇവരൊക്കെ യോഗ്യരൊക്കെ തന്നെയാണ്. പക്ഷേ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസിന് വൻതോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ത്രൂ ഔട്ട്. എന്തായാലും അത്തരം ഒരു സ്ഥാനാർത്ഥിയെ ആയിരിക്കാം അവർ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർക്ക് പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കാം, പ്രതിപക്ഷ നേതാവ് ഉണ്ട്. ഇപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പിന്നെ KPCC പ്രസിഡന്റും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവരല്ലേ. അതല്ല ഇഷ്യൂ. അവർക്ക് ഭരണത്തിലേക്ക് എന്തെങ്കിലും ആലോചിക്കണമെന്നോ ഒരു സിറ്റുവേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഒരാളിനെ തന്നെ അവർക്ക് ഇറക്കിയാലേ പറ്റുള്ളൂ. ശ്രീ സജീവൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. അതായത് VM സുധീരൻ സാമുദായികമായി ആപ്റ്റ് ആയിരുന്നു KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, ഒരു മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഒരാൾ. അതേസമയം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഇരുന്ന ആളാണ്, അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനുണ്ട്. KPCC പ്രസിഡന്റ് ഈ പറഞ്ഞതുപോലെ മറ്റൊരു സമുദായത്തിൽ നിന്നുള്ള ആൾ. ഇനി അദ്ദേഹത്തെ മാറ്റി അവിടെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗത്തെ വെക്കുകയാണെങ്കിൽ, അതാണല്ലോ ഉമ്മൻചാണ്ടിയുടെ ബാർഗെയിനിങ്, അങ്ങനെ വരികയാണെങ്കിൽ അത് BJP ഈ രീതിയിൽ ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം കോൺഗ്രസിന് സഹായകരമാകും? താങ്കൾ എങ്ങനെ കാണുന്നു? നമ്മളിതിൽ സാമുദായികമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് പാർട്ടി ഭരണത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ KPCC പ്രസിഡന്റ് സ്ഥാനത്തിനും അപ്പുറത്തേക്ക് ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ നമ്മൾ അത്ര വില കുറച്ച് അത്ര എന്താണ് പരിഗണിക്കാതെ പോകരുത്. അദ്ദേഹം KPCC പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പാണ് ഒട്ടും സമ്മതിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് സാധ്യതയുള്ളൊരു കാര്യം പറയാം. ഉമ്മൻചാണ്ടി അത് പറയുന്നുണ്ടെങ്കിൽ വ്യക്തമാണ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരാന്നുള്ളത്. ഇവിടെ നായർ സമുദായത്തിൽപ്പെട്ട ഒരാളെ KPCC പ്രസിഡന്റ് ആക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഈ ഇക്വേഷൻ തെറ്റും. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമോ അതല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം, I ഗ്രൂപ്പിൽ നിന്നുള്ള മുരളീധരനെ കുറച്ചു കാലമായിട്ട് ഉമ്മൻചാണ്ടിക്ക് വളരെ താല്പര്യമാണ്. സ്വാഭാവികമായിട്ടും
KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐ ഗ്രൂപ്പിൽ നിന്നുള്ള മുരളീധരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ ഗ്രൂപ്പിൽ വലിയ തകർച്ച ഉണ്ടാക്കാം. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനമോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമോ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്ക് അത് സ്വീകരിക്കാൻ പറ്റും, അദ്ദേഹത്തിന് അത് ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ഇതൊരു ഗസ് ചെയ്ത് പറയുന്നില്ല. ഇതിനകത്തടത്തുള്ള ഇപ്പോൾ പലപ്പോഴും ചെറിയാൻ ഫിലിപ്പ് പലപ്പോഴും ഇവരായിട്ട് ബന്ധമുള്ള ആളാണ്, ശരത്ചന്ദ്ര പ്രസാദ് ഇതിനകത്ത് നിൽക്കുന്ന ആളാണ്. അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന കൂടിയായിരിക്കും. ഞാൻ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു തന്ത്രം തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടായതാണ്. ആ തരത്തിലേക്ക് ഒരു നീക്കമാണ് നടക്കാൻ പോകുന്നത്. ക്രിസ്ത്യൻ KPCC പ്രസിഡന്റ് ഏതായാലും ഇവിടെ വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, അതിനു മുമ്പ് ശ്രീ ഗോവിന്ദൻ മാഷ്, ഈ പറഞ്ഞ കാര്യത്തിൽ സാമുദായികമായി ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ കോൺഗ്രസിൽ KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കുള്ള അടി തന്നെയായിരിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനി ചർച്ച ചെയ്യേണ്ടി വരിക. ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് VM സുധീരൻ്റെ രാജി കേവലമായ യാദൃശ്ചികമായ സംഭവമല്ല. കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചരടുവലിയുടെ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തൊരു കണ്ണിയാണ്. അതുകൊണ്ട് അത് യാദൃശ്ചികമായിട്ട് രാജിവെച്ച് പോയതാണ് എന്ന, അല്ലെങ്കിൽ ആരോഗ്യകരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും രാജിവെച്ച് ഒഴിയുന്നത് എന്ന ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ധാരണയോട് എനിക്ക് യോജിപ്പില്ല. ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ, അല്ലെങ്കിൽ സമവാക്യം തെറ്റുന്നതിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടിയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കരുണാകരൻ്റെ ഗുരു. അല്ലെങ്കിൽ അവരൊന്നും ശിഷ്യനായിട്ടല്ല, അവരുടെ ഉൾപ്പെടെയുള്ള ഗുരുവായിട്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാരാണ് എന്ന ചോദ്യത്തിന് തെറ്റില്ലാത്ത ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ വേണ്ടി ഗ്രൂപ്പ് കൊണ്ട് നടക്കുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. അവർക്കൊന്നും ഈ ഉമ്മൻചാണ്ടിയുടെ ഈ കൗശല ബുദ്ധിയോടുകൂടിയുള്ള ഈ ഗുരുത്വസ്ഥാനത്തുള്ള ഈ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നതിന് ശേഷിയില്ല. ഇവിടെ KPCC പ്രസിഡൻറ്റിൻ്റെ രാജിയുടെ പിന്നിലും KPCC പ്രസിഡൻറ്റിനെ പുതുതായിട്ട് നിശ്ചയിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെയും ഗ്രൂപ്പ് വഴക്കുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. ആര് പ്രസിഡൻ്റാവും ആര് പ്രസിഡൻ്റാവില്ല എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. ആരെ പ്രസിഡൻ്റാക്കിയാലും ആര് പ്രസിഡൻ്റ് ആവാതിരുന്നാലും ഇവിടെ ഈ ഗ്രൂപ്പ് സമവായം തെറ്റിയ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് യോജിച്ചിട്ടല്ല, ഗ്രൂപ്പ് സമവായം തെറ്റിയ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ്, അത്രയൊന്നും ഗ്രൂപ്പില്ലാതെ VM സുധീരൻ ഉൾപ്പെടെയുള്ളവരെ പുകച്ച് പുറത്തേക്ക് ചാടിച്ച് ഇവർ അധികാര സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയുള്ള, അത് ഹൈക്കമാൻഡിനെ ഉപയോഗിക്കുകയോ AK ആന്റണിയെ ഉപയോഗിക്കുകയോ അല്ല സോണിയാഗാന്ധിയെ തന്നെ ഉപയോഗിക്കുകയോ രാഹുൽ ഗാന്ധിയെ ഉപയോഗിക്കുന്നു ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ വ്യക്തമാണ് ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം വ്യക്തമാണ്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ ഈ നിരീക്ഷകരൊക്കെ അല്ലെങ്കിൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ അങ്ങനെ എഴുതി തള്ളേണ്ട ആളല്ല. അദ്ദേഹം പണ്ടും അങ്ങനെയല്ല എന്നാണ് ശ്രീ ഗോവിന്ദൻ മാഷ് വിലയിരുത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിയാണെന്നാണ് ശ്രീ സജീവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അത് വലിയൊരു പാരയായി നിങ്ങൾക്ക് വരാൻ പോകുന്നു. ശ്രീ മുരളീധരൻ്റെ പേര് ഇവിടെ വരും, അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് പാരയാകുക. ഞാൻ മറുപടി പറയണം അല്ലേ? അല്ല, ഇത് മറുപടി പറയേണ്ട കാര്യമില്ല ഇതിനകത്ത്. അല്ലെ, കാര്യമില്ല. കാരണം VM സുധീരൻ രാജി പ്രഖ്യാപിച്ചു, സോണിയാജി വിദേശ യാത്രയായി, സോണിയാജി വന്നിട്ട് രാജി തീരുമാനിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. രാജി വെച്ച് കഴിയാതെ കോൺഗ്രസിനകത്തുനിന്ന് ഔദ്യോഗിക രാജിവെക്കാൻ എന്തായാലും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തും. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം ശരിയല്ല, ഇനി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറഞ്ഞു തരട്ടെ, അദ്ദേഹത്തിന്റെ രാജി അംഗീകരിച്ചിരിക്കാതെ ഞാൻ KPCCയുടെ ഭാരവാഹിയാണ്. ഒരാളുടെ രാജി അങ്ങോട്ട് വെക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചാനൽ വന്നു നിന്നുകൊണ്ട് പുതിയ അടുത്ത ആര് വരും എന്നുള്ള ചർച്ച പുതിയ ആളിന്റെ കാര്യം പറയണ്ട, പക്ഷെ ഒരു സാധ്യത ഇവിടെ ഇവർ പറ്റില്ലല്ലോ. അങ്ങനെ സാധ്യത സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ രാജി അംഗീകരിച്ച് യാഥാർത്ഥ്യമാകാതെ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകാതെ KPCCക്ക് ഒരു പുതിയ പ്രസിഡന്റ് വരേണ്ടതുണ്ടെങ്കിൽ ആ KPCC പ്രസിഡന്റിന് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വരണം എന്ന് പറയുന്ന ഒരു നിരീക്ഷണം ഇവിടെ ഉണ്ട്. അതിന് സാധ്യതയുണ്ടോ? അങ്ങനെ വരേണ്ടതുണ്ടോ? ഔദ്യോഗിക സ്ഥാനമുണ്ടെന്നുള്ള ഞാൻ ഒരു ചാനൽ വന്നിരുന്നിട്ട് ജാതിയും മതവും തിരിച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് വെക്കാൻ പോകുന്ന ആളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു കോൺഗ്രസ്സുകാർ പറ്റിയതല്ല. അതുകൊണ്ട് ഞാൻ ആ ചർച്ചയിൽ ഞാൻ ഇടപെടുന്നില്ല. ശരി, K മുരളീധരൻ ഈ ജാതിയൊക്കെ വിടാം.
കെ മുരളീധരൻ മുൻ മുഖ്യമന്ത്രി ശ്രീ കരുണാകരന്റെ മകനാണ്, മുൻ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം താരതമ്യേന ഉമ്മൻചാണ്ടിയേക്കാൾ ചെറുപ്പക്കാരനാണ്. മുൻ മുഖ്യമന്ത്രി അല്ല. ഈ പറഞ്ഞതുപോലെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ പോലെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിലാണ് ഇത്രയും ഒരു KPCC പ്രസിഡന്റ് വീണ്ടും ആകുന്നതിനുള്ള അയോഗ്യതയായി അദ്ദേഹം കണ്ടത്. അങ്ങനെ ആകേണ്ടതില്ല. അപ്പോൾ കേരളത്തിന് പറ്റിയ ഒരു KPCC പ്രസിഡന്റായി മുരളീധരനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണോ ഇനി ഭാവിയിൽ? അങ്ങനെ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കും ആർക്കും ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ഒരു സാധാരണ കോൺഗ്രസ്സുകാരനും കേപ്പബിൾ ആണെങ്കിൽ അവന് KPCC പ്രസിഡന്റ് ആവാം. അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോയതുകൊണ്ട് പറ്റൂല, ഇന്നയാൾ പറ്റും, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരുന്നില്ല. ഈ VM സുധീരൻ്റെ രാജി തീരുമാനമാകാതെ ഒരു ഒഫീഷ്യൽ ചർച്ച തീരുമാനമായില്ലേ? അദ്ദേഹം രാജിവെച്ചല്ലോ. രാജി ഹൈക്കമാൻഡ് അംഗീകരിക്കുമ്പോൾ മാത്രമേ അതിന്റെ ചർച്ചയിലേക്ക് പോകുന്നുള്ളൂ. അതായത് ഒരു സാധ്യത അല്ലാതെ കോൺഗ്രസിനകത്ത് നിന്ന് അത്ര ഇനി ഹൈക്കമാൻഡ് നിർബന്ധിച്ചാൽ VM സുധീരൻ തുടരുമോ? അദ്ദേഹം തീരുമാനിക്കണം. ആര്? VM സുധീരൻ തീരുമാനിക്കണം. KPCC ജനറൽ സെക്രട്ടറിമാർക്കൊക്കെ പിന്നെ അവിടെ ഒരു വോയിസും ഇല്ലേ? ഞങ്ങളത് ചോദിച്ചിട്ടല്ലോ അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുടെ കേസ് ഷീറ്റ് അങ്ങയുടെ കയ്യിലുണ്ട്. അതുണ്ട്. അതിപ്പോ ഇവിടെ കൊണ്ട് കാണിച്ചത്. ഒരു മിനിറ്റ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലല്ല, അത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഞങ്ങൾക്ക് അറിയുന്ന കാര്യം ഞാൻ ചാനലിൽ ഈ പൊതുമാധ്യമമാണ് ഇതിനകത്ത് വന്നിരുന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പൊതു സ്വത്താണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. അതേ ഒരു പൊതു സ്വത്തായതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച. ശ്രീ SRS എന്ത് തോന്നുന്നു? അല്ല, ഞാൻ ശരത്ചന്ദ്ര പ്രസാദ് ഇപ്പോൾ പറഞ്ഞതിനോട് ചോദിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. രാജി അംഗീകരിക്കണ്ട എന്നുള്ള എന്തെങ്കിലും സമ്മർദ്ദം രാജിവെച്ചിട്ടുണ്ട്. രാജി ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. അതെ, ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. ഒരു പുതിയ KPCC പ്രസിഡന്റിൻ്റെ പേരെന്ന് അദ്ദേഹം ചോദിച്ചത് ന്യായമാണ്. ഒരു ഉത്തരവാദപ്പെട്ടൊരു പാർട്ടി നേതാവും പ്രവർത്തകനും എന്നുള്ള നിലയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം ന്യായം തന്നെയാണ്. ഇനി KPCC പ്രസിഡന്റിൻ്റെ രാജി ഹൈക്കമാൻഡ് അംഗീകരിക്കില്ല എന്നുള്ള തോന്നൽ ശരത്ചന്ദ്ര പ്രസാദിനുണ്ടോ? ഹൈക്കമാൻഡിന്റെ കാര്യമായിട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. എനിക്കൊന്നും ഹൈക്കമാൻഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് പോലും അത്ര ഉറപ്പില്ല. ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചതാണ്. വല്ല തീരുമാനവും ശരത്ചന്ദ്ര പ്രസാദ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ശരത്ചന്ദ്ര പ്രസാദ് ഇവിടെ വെച്ച മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടല്ലോ, അത് വളരെ അങ്ങക്ക് തന്നെ ബോധ്യമായ ഒരു കാര്യമാണെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ രാജി ഹൈക്കമാൻഡ് സ്വീകരിക്കില്ല എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ നിങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അസുഖമുണ്ടെങ്കിലും തൽക്കാലം ലീവ് എടുത്തിരുന്ന് വേറെ ആളിനെ തൽക്കാലം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഈ നമ്മുടെ എല്ലാ പാർട്ടിയിലും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ഒരു ലീവ് എടുത്ത്. പക്ഷേ VM സുധീരൻ തന്നെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിർണായക സമയത്ത് ഞാനിങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് പിന്നെ എനിക്ക് തിരിച്ചു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ഇത് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ചർച്ച തുടങ്ങി വെച്ചപ്പോൾ സജീവനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ SRS, അതായത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദിനെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതാണ് ശ്രീ VM സുധീരന്റെ വാക്കുകൾ, എന്റേതല്ല. KPCCയുടെ ജനറൽ സെക്രട്ടറിമാർക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ല, ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അങ്ങനെ പറയുന്ന എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ഇതൊക്കെയാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. ഇതിലൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അവർ ചർച്ച ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ. ശ്രീ സജീവൻ, ഈ മുരളീധരൻ ആണോ അടുത്ത KPCC പ്രസിഡന്റ് ആകുന്നത് എന്നുള്ള കാര്യത്തിൽ അങ്ങ് പറയുന്നത് പോലെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചാലും അതിനെയും കടത്തിവെട്ടുന്ന വലിയ ഗ്രൂപ്പ് കളിക്കാൻ ഇപ്പോൾ പ്രാപ്തനാണോ ശ്രീ രമേശ് ചെന്നിത്തല? അതിലൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിവിടെ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുള്ള തന്ത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് രാജിയില്ല. നേരത്തെ ശരത്ചന്ദ്ര പ്രസാദ് SRS പറഞ്ഞ പോലെ ഈ സുധീരൻ്റെ കേസ് ഷീറ്റുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് വലിയ അപകടാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴവർ പറയുന്നത് രാജി കൊടുത്തിട്ടേ ഉള്ളൂ, അത് സ്വീകരിക്കണമെന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ്, അങ്ങനെയാണെങ്കിൽ സ്വന്തം ഗ്രൂപ്പിനെ തകർത്തുകൊണ്ട് ഗ്രൂപ്പിനെ പിളർത്തിക്കൊണ്ട് മുരളിയെ KPCC പ്രസിഡന്റ് ആക്കാനും പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമോ അതല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ കൈപ്പിടിയിലാക്കാനും ഇദ്ദേഹം ഉമ്മൻചാണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് സുധീരൻ്റെ രാജി ഹൈക്കമാൻഡ് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കുക, അതിന് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അതാണ് ശരത്ചന്ദ്ര പ്രസാദ് ഇവിടെ കൃത്യമായിട്ടും നമ്മളോട് പറയാതെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഹൈക്കമാൻഡ് എന്താണ് ചെയ്യുക എന്നുള്ളത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദിനും അറിയില്ല. അത് പഴയ ശക്തിയിലല്ല എന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പും പറയുന്നു.
ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ വല്ലാത്തൊരു സ്ഥിതിയിലാണ്. നാളത്തെ UP ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതോടുകൂടി ഹൈക്കമാൻഡ് എന്ത് അവസ്ഥയിലാകും ശ്രീ സജീവൻ? അല്ല, ശരത്ചന്ദ്ര പ്രസാദ് തന്നെ പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ല കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം UP ഇലക്ഷൻ്റെ റിസൾട്ട് കോൺഗ്രസിന് അനുകൂലമാവില്ല. UP മാത്രമല്ല, ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം മിക്കവാറും പഞ്ചാബ് ഒഴികെയുള്ളതിൽ പഞ്ചാബിലാണ് ചെറിയൊരു പ്രതീക്ഷയുള്ളത്. കോൺഗ്രസിന് അനുകൂലമാവില്ല ഒരു ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ കാര്യം പോട്ടെ, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നമുക്ക് വെറുതെ വിടാം. കാരണം കുറേ കാലമായിട്ട് അവർ തോൽക്കാനായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവിടെ കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന് ഇപ്പോൾ നേരത്തെ ശരത്ചന്ദ്ര പ്രസാദ് തന്നെ പറഞ്ഞിട്ടുള്ള AK ആന്റണി ആന്റണിയുടെ മുമ്പിൽ ഇവർക്ക് പോകാമല്ലോ. AK ആന്റണിക്ക് ഒരു ഈ പറയുന്ന സോണിയാഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലും ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ശക്തിയുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും ഇപ്പോഴേ ശരത്ചന്ദ്ര പ്രസാദിന്റെ ഗ്രൂപ്പ് നടത്തി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. അവരെ ചെയ്യും. തിരിച്ച് ഉമ്മൻചാണ്ടി വേറെ രീതിയിലും സമ്മർദ്ദം ചെലുത്താൻ. ഞാൻ തിരിച്ചു വരാം. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത KPCC പ്രസിഡന്റ് ആരാകും എന്ന ചർച്ചയിലേക്ക് പോകുമ്പോഴാണ് ശ്രീ സജീവൻ പറഞ്ഞു വെക്കുന്നത് ശ്രീ AK ആന്റണി ഹൈക്കമാൻഡിൽ കേരളത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ശ്രീ AK ആന്റണിക്ക് ഇപ്പോഴും വോയിസ് ഉണ്ട് എന്നുള്ളത്. ആ ശക്തി ശരിക്കും പുറത്തേക്ക് കാണുന്നത് പോലെ തന്നെയുണ്ടോ? ശ്രീ AK ആന്റണി തീരുമാനിക്കുമോ? ഇപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നുമൊക്കെ ചില കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്തേക്കും ഡൽഹിയിലേക്കുമൊക്കെ വണ്ടി കയറി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ആകാൻ പോകുന്നവരുടെ പേരുകൾ അവിടെ നിന്നും കേൾക്കുന്നുണ്ട്. എങ്ങനെയാകും? അവിടെ എന്താണ് അഭിപ്രായം നമ്മുടെ പാനലിലുള്ളവർക്ക്?